ഏലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി പദ്ധതി പ്രദേശം വൃത്തിയാക്കാൻ ഒയാസിസ് കമ്പനി നടപടി തുടങ്ങി. ഡിജിറ്റൽ സർവേ നടത്തുന്നതിന് മുന്നോടിയായാണ് കാട് വെട്ടിത്തെളിക്കുന്നതെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. എന്നാൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നില്ലെന്നും കാട് വെട്ടിത്തെളിക്കാനെത്തിയതാണെന്നും കമ്പനി വ്യക്തമാക്കി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയല്ല നടക്കുന്നതെന്ന് ഒയാസിസ് കമ്പനി പ്രതിനിധി ഗോപികൃഷ്ണൻ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അറിയിച്ചു. കാട് വെട്ടിത്തെളിക്കാനാണ് എത്തിയത്. സ്ഥലം കാട് പിടിച്ചു കിടക്കുന്നു എന്ന് പലരും പരാതി പറഞ്ഞിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കല്ല എത്തുന്നതെന്ന് വില്ലേജ് ഓഫീസറോടും പോലീസിനെയും അറിയിച്ചിരുന്നുവെന്നും ഗോപികൃഷ്ണൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള കാർഷിക ഗ്രാമമാണ് എലപ്പുള്ളി. എലപ്പുള്ളി പഞ്ചായത്തിലെ 6-ാം വാർഡിലുള്ള മണ്ണുക്കാട് പ്രദേശത്താണ് മധ്യപ്രദേശിലെ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രൂവറി പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രാരംഭാനുമതി നൽകിയിരിക്കുന്നത്. 24 ഏക്കർ സ്ഥലമാണ് ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനി ഇതിനായി വാങ്ങിയത്. ഇതിൽ 4 ഏക്കർ കൃഷിഭൂമിയായിരുന്നു. പ്രദേശത്തെ കാർഷിക മേഖല താറുമാറാകുമെന്നും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് അടക്കം പദ്ധതിയെ എതിർക്കുന്നത്. അതേസമയം എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല അനുമതിയിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് CPI. ഉൾപാർട്ടി എതിർപ്പ് കാരണം പദ്ധതിയെ അനുകൂലിക്കാനോ മുന്നണി മര്യാദയുടെയും സർക്കാർ കെട്ടുറപ്പിന്റെയും പേരിൽ പ്രതിരോധിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. പ്ലാച്ചിമട സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, പുണ്യകുമാരി, രമേശൻ, സതീഷ്, ശരവണൻ, സുമതി, മൂർത്തി, ബി.ജെ.പി. അംഗങ്ങളായ 21-ാം വാർഡ് മെമ്പർ സന്തോഷ് പള്ളത്തേരി, ഗിരീഷ് ബാബു, സുബ്രഹ്മണ്യൻ, അനിത, സുധീഷ്, പ്രമോദ് എന്നിവരും കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഭാരവാഹികളായ ജാഫർ അലി, ഹരിദാസ് M, S ബലരാമൻ, OK മണികണ്ഠൻ, രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു.